പണ്ടൊന്നും ഞാൻ ഈ MEP എന്നുള്ള വാക്കൊന്നും ഇതുവരെ കേട്ടില്ല. ഈ അടുത്താണ് ഞാൻ MEP എന്നുള്ള ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ MEP ഇത്ര ഫേമസ് ആവാനൊക്കെ കാരണം? സൽമാൻ, നമ്മളുടെയൊക്കെ നാടുകളിൽ പണ്ടത്തെ ഒരു 4 നില ബിൽഡിങ് അല്ലെങ്കിൽ 5 നില ബിൽഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും പ്രോപ്പറായിട്ട് ഫയർ സിസ്റ്റംസ് ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫയർ സിസ്റ്റത്തിൻ്റെ ചുവന്ന പൈപ്പോ കാര്യങ്ങളോ സ്പ്രിംഗ്ലേഴ്സോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇന്നൊരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ഈ ഫയർ സിസ്റ്റം ചെയ്യാതെ ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുന്നില്ല. പണ്ട് നമ്മളൊരു ഓഡിറ്റോറിയോ അല്ലെങ്കിൽ പള്ളികളോ അവിടെ ഒന്നും എയർ കണ്ടീഷൻ ചെയ്തോളണമെന്നില്ല. പക്ഷേ ഇന്നൊരു ഓഡിറ്റോറിയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അവിടെ ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റംസ് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഇതിൻ്റെ സാധ്യതകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഏത് ബിൽഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു MEP കൺസൾട്ടൻറ്റിൻ്റെ അപ്രൂവൽ എടുത്തിട്ട് അവരെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഒരു കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ പോലും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് MEPക്ക് അത്രയും സാധ്യതകളാണ്. പിന്നെ MEP എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ജോബ് ചെയ്യേണ്ട ഒരു വർക്കല്ല. നമ്മൾ ലോകത്തെ എല്ലാ സ്ഥലത്തും എവിടേക്കോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ MEPക്ക് സാധ്യതയുണ്ട്. എത്ര കാലത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ഈ കൺസ്ട്രക്ഷൻ അവസാനിപ്പിക്കുന്നു, ലോകം അവസാനിക്കുമ്പോഴേ ഈ കൺസ്ട്രക്ഷൻ നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ കാലം വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, MEPക്ക് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇത്ര സാച്ചുറേറ്റഡ് ആയിട്ടില്ല. നമ്മൾ പല ഫീൽഡുകളിലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും MEPയിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്, അത്യാവശ്യം നല്ല വാസ്റ്റ് ഏരിയയിലേക്ക് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് MEP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അത്രയും സ്റ്റുഡൻസ് BTech കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം.